ബൈബിൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ്. ബെത്ലഹേം എന്നാൽ അപ്പത്തിൻ്റെ വീടെന്നാണ്. ബെത്ലഹേമിലാണ് യേശുക്രിസ്തു ജനിച്ചത്. അപ്പം യേശുക്രിസ്തു അപ്പമായിട്ടാണ് ജനിച്ചത് അതോ മനുഷ്യനായിട്ടാണ്? എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ മുഴുവൻ പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാകുന്നു. എന്തുകൊണ്ട് ആരും ഇത് മനസ്സിലാക്കിയില്ല? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, 1-14 വായിച്ചു നോക്കണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം യോഹന്നാൻ കണ്ടതോ? അത് ദൈവത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തെ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവപുത്രനായിട്ട് യോഹന്നാൻ കണ്ടു, അല്ലെ സങ്കല്പിച്ചു. ആ വചനങ്ങളാണ് യേശുക്രിസ്തുവിനെ ബെത്ലഹേമിൽ ജനിപ്പിച്ചത്. ഇനി വചനങ്ങൾ തെറ്റാന്ന് പറയാനല്ല, വചനങ്ങൾ സത്യമാണ്. പ്രവാചകന്മാർ പറയുന്നത് മുഴുവൻ സത്യമാണ്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ സമയത്ത് അപ്പമെടുത്ത് നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. നിങ്ങൾ ഇത് ചെയ്യുമെന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ പൊരുളോ അർത്ഥമോ ആർക്കും മനസ്സിലായില്ല. വീഞ്ഞെടുത്ത് വാഴ്ത്തി ഇത് നിങ്ങൾ പകർന്ന് പാനം ചെയ്യാനാണ് പറഞ്ഞത്. സത്യത്തിൽ ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. മനുഷ്യ, നിന്റെ ശരീരം എൻ്റെ ആകുന്നു, ആ ശരീരത്തിലെ രക്തവും എൻ്റെ ആകുന്നു എന്ന് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്. അല്ല പുതിയൊരു നിയമമോ തത്വമോ ഉണ്ടാക്കാനല്ല ക്രിസ്തു പറഞ്ഞത്. ഈ ക്രിസ്തു വീണ്ടും പറഞ്ഞിരിക്കുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. മനുഷ്യൻ്റെ ആകാരമായ ആടിൻ്റെ വാതിലാണോ? അല്ല. മനുഷ്യനായ ജനിക്കപ്പെടുന്നവരുടെ വാതിൽ. അതെങ്ങനെയാണ് ജനിക്കുന്നത്? എന്നിലൂടെ കടക്കുന്നവൻ അകത്ത് വരും. ഏതകത്താണ്? ക്രിസ്തുവിൻ്റെ ശരീരം കിട്ടുന്നയാൾ അകത്ത് വരുമെന്നാണ്. അതായത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ വരുമെന്ന് തന്നെയാണ്. പുറത്തു പോകും എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ആ സ്ത്രീ, ആ അമ്മ പ്രസവിക്കും. പിന്നെ മേച്ചൽ കണ്ടെത്തും. പിന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം തുടങ്ങുന്നത്. അതാണ് മനുഷ്യൻ്റെ അയാളുടെ മേച്ചൽ ജീവിതം. ഇങ്ങനെ സത്യമായിട്ട് അതിൻ്റെ പൊരുൾ കണ്ട് അതാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ മറ്റു വഴികൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ ദൈവം എന്താണെന്നോ ക്രിസ്തു എന്താണെന്നോ ആർക്കും മനസ്സിലാകത്തില്ല. ഇനി അടുത്ത വീഡിയോയിൽ വചനങ്ങളുടെ യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കും.